ലക്ഷ്മി മേനോൻ പ്രതിയായ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പരാതിക്കാരനായ IT ജീവനക്കാരനെതിരെ കൂട്ടുപ്രതി സോനമോൾ തന്നെ IT ജീവനക്കാരനും സുഹൃത്തുക്കളും ബിയർ കുപ്പി കൊണ്ട് ആക്രമിച്ചു. ഇത് കണ്ടപ്പോഴാണ് തന്റെ സുഹൃത്തുക്കൾ പ്രതികരിച്ചത്. തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടില്ലെന്നും കേസ് വളച്ചൊടിച്ചതാണെന്നും സോനമോൾ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പരാതി നൽകിയ ആൾക്കാർ കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങി എൻ്റെ കണ്ണിന് താഴെ ബിയർ കുപ്പി, അതായത് നിറഞ്ഞ ഒരു ബിയർ കുപ്പി എൻ്റെ കണ്ണിന് താഴെ ഇന്നപോലെ എറിഞ്ഞിട്ട് കണ്ണ് ഇവിടം വരെ ഫുള്ളും നീരായിട്ടിരിക്കുമായിരുന്നു. അത് കണ്ടിട്ടാണ് ഇവർ റിയാക്ട് ചെയ്തത്. ഞങ്ങൾ 4 പേരും എൻ്റെ ഫ്രണ്ട്സ് റിയാക്ട് ചെയ്തത് ഈ ഒരു മുറിവ് കണ്ട ശേഷമാണ് റിയാക്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു സംഭവത്തെ തുടർന്ന് ഇവർ നേരെ പോയി കേസ് കൊടുക്കുകയാണ്. നമ്മളിത് കേസ് കൊടുക്കുന്ന കാര്യമൊന്നും അറിയില്ലായിരുന്നു. നമ്മുടെ ഉദ്ദേശശുദ്ധി ശരിക്കും പറഞ്ഞാൽ ആളെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു ഇതൊന്നും അല്ലായിരുന്നു. പക്ഷെ അവരങ്ങനെ വളച്ചൊടിച്ച് കേസ് കൊടുത്തതാണ്. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. സഹിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സദു. ഗുഡ് മോർണിംഗ്. സഹിൻ, ഈ കേസ് നമ്മളിപ്പോ ഇതുവരെ കേട്ടതിൽ നിന്ന് ഈ പുതിയ പ്രതികരണം കൂടി വരുമ്പോൾ അതിന്റെ സ്വഭാവം തന്നെ ആകെ മാറുകയാണോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. കാരണം ഈ നടി പ്രതിയായിട്ടുള്ള ഈ കേസ് ഇതുവരെ ഒരു പ്രതികരണവും പുറത്തു വന്നിട്ടില്ലായിരുന്നു. അത് വാദിയുടെ ഭാഗത്തു നിന്നാകട്ടെ പ്രതികളുടെ ഭാഗത്തു നിന്നാകട്ടെ ഇതുവരെ ആരും പ്രതികരിച്ചിട്ടില്ലായിരുന്നു. പോലീസ് പറയുന്നത് മാത്രമായിരുന്നു ഇതുവരെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ഇത് പ്രതിഭാഗത്ത് ഉള്ള ഒരാളാണ് സോണമോൾ. ഈ കേസിലെ 4ാം പ്രതിയാണ്. നിലവിൽ 4 പ്രതികളായിരുന്നു ഈ കേസിലുണ്ടായിരുന്നത്. ഒന്ന് മിഥുൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു, മറ്റൊന്ന് അനീഷ്, കൂടാതെ ഈ ലക്ഷ്മി മേനോൻ, നടിയും ഒപ്പം നടിയായിട്ടുള്ള ലക്ഷ്മി മേനോൻ, അവരുടെ സുഹൃത്തായിട്ടുള്ള സോനമോൾ. ഇതിൽ 3 പേരാണ് പിടിയിലായിട്ടുള്ളത്. ലക്ഷ്മി മേനോൻ ഇപ്പോഴും പിടിയിലായിട്ടില്ല. അവരുടെ അറസ്റ്റ് താൽക്കാലികമായി കോടതി തടഞ്ഞിട്ടുണ്ട്. ഇതിനിടയിലാണ് സോനമോൾ ഇന്നലെ ജയിലിൽ നിന്നും മോചിതയായത്. അവർ ഉടൻ തന്നെ ന്യൂസ് മലയാളത്തോട് പ്രതികരിക്കുകയായിരുന്നു. അവർ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ അവരെയാണ് IT ജീവനക്കാരനും സുഹൃത്തുക്കളും ആക്രമിച്ചത് എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. ബിയർ കുപ്പി കൊണ്ട് തൻ്റെ മുഖത്തടിച്ചു എന്ന് പറയുന്നു. അപ്പോൾ തന്നെ ഇത് കണ്ടപ്പോഴാണ് തൻ്റെ സുഹൃത്തുക്കൾ പ്രതികരിച്ചത്. പിന്നീട് ആലിംഗനം ചെയ്തുകൊണ്ടാണ് IT ജീവനക്കാരൻ ഈ കാറിലേക്ക് കയറിയതെന്നും ഇവർ പറയുന്നുണ്ട്. എന്തായാലും തങ്ങൾ തട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഈ കേസ് വളച്ചൊടിച്ചു എന്നുള്ളതാണ് സോണമോളുടെ ആരോപണം. അപ്പോൾ തന്നെ അവർ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. താനും സുഹൃത്തായിട്ടുള്ള ലക്ഷ്മി മേനോനും ഒരു പരാതി IT ജീവനക്കാരനെതിരെ കൊടുത്തിരുന്നു. പക്ഷേ അതിലെങ്ങും അന്വേഷണം എത്തിയിട്ടില്ല എന്നും പറയുന്നു. എന്തായാലും പോലീസ് നൽകിയ വിവരങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാവുന്നത് പോലെ തന്നെ വെലോസിറ്റി ബാറിൽ വെച്ചുണ്ടായ തർക്കമാണ് ഈ പറയുന്ന അടിപിടിയിലും തട്ടിക്കൊണ്ടുപോകലിലും എല്ലാം കലാശിച്ചത് എന്നുള്ളതായിരുന്നു ഇതുവരെ ലഭിച്ചിരുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നതും. IT ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ കാറിൽ കയറ്റിക്കൊണ്ടുപോകുന്നതിനായിട്ടുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇയാളെ മർദ്ദിക്കുന്നത് കണ്ടതായും ചില വ്യക്തികൾ പോലീസിന് സാക്ഷിമൊഴി നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിലാണ് സോണമോൾ ഇത്തരത്തിലുള്ള ഒരു ആരോപണവുമായി മുന്നോട്ട് വരുന്നത്. കേസിലെ 4ാം പ്രതിയാണ് സോണമോൾ. ഇനി ലക്ഷ്മി മേനോന്റെ മൊഴി കൂടി പോലീസിനെ രേഖപ്പെടുത്താനുണ്ട്. സേതു. ഓക്കെ സഹിൻ, ശരി. അപ്പോൾ അതാണ് കേസിന് പുതിയൊരു രൂപവും ഭാവവും കൂടി നൽകുന്ന രീതിയിലുള്ള പ്രതികരണമാണ് പുറത്തു വന്നിരിക്കുന്നത്. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.